ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറ്റ്കെഡിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിന് റേഞ്ച് കുറവായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതായത് റേഞ്ച് കുറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ റേഞ്ചിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് ഐഡിയ, വോഡാഫോൺ, ജിയോ, എയർടെൽ ഏതും ആയിക്കോട്ടെ, 2G, 3G, 4G ഏത് സിഗ്നലിനെയും നമുക്ക് ബൂസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഡിവൈസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വളച്ചിട്ടില്ലാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഫോണുകൾ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫോണിൽ ഐഡിയയുടെ സിമ്മും, രണ്ടാമത്തെ ഫോണിൽ ജിയോയുടെ സിമ്മും, മൂന്നാമത്തെ ഫോണിൽ എയർടെലിൻ്റെ സിമ്മുമാണ് ഇട്ടുള്ളത്. ഒന്നാമത്തത് ഐഡിയയുടെ റേഞ്ച് ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ സിം നോക്കിയാൽ അതിൻ്റെ റേഞ്ച് ആകെ 2 കട്ട് റേഞ്ച് മാത്രമാണ് കാണിക്കുന്നത്. അത് ജിയോയുടെ സിമ്മാണ്. രണ്ടാമത്തെ ഫോണിലുള്ളത് ജിയോയുടെ സിമ്മാണ്. ഇനി അതുപോലെ മൂന്നാമത്തെ ഫോൺ നോക്കുകയാണെങ്കിൽ അതിൽ എയർടെലിൻ്റെ സിമ്മാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അത് കണ്ടോ, ഒരൊറ്റ കട്ട റേഞ്ച് മാത്രമാണ് കാണിക്കുന്നത്. അത് എയർടെലിൻ്റെ സിമ്മാണ്. താഴെ നമുക്ക് നോക്കാം, എയർടെൽ എന്ന് എഴുതിയിട്ടുണ്ട്. എയർടെൽ കമ്പനിയുടെ സിമ്മാണ് ഈ മൂന്നാമത്തെ ഫോണിലുള്ളത്. നമുക്ക് ഈ റേഞ്ച് കുറഞ്ഞ എയർടെലിനെയും ജിയോയെയും നമുക്ക് ഒന്ന് റേഞ്ച് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്. നമുക്ക് ആ ഡിവൈസ് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് നമ്മുടെ ഡിവൈസ് ഓണായി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അത് ഓണായി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഫോണിലേക്ക് നോക്കും, ജിയോയുടെയും എയർടെലിൻ്റെയും ആ 2 ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് കൂടിയിട്ടുണ്ട്, ഫുൾ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ആ ഡിവൈസ് ഓണായ കാരണം കൊണ്ട് നമ്മുടെ വീട്ടിലെ റേഞ്ച് കൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവൈസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ റേഞ്ച് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ഡിവൈസ്. മൊബൈൽ സിഗ്നൽ ബൂസ്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. 2G, 3G, 4G അങ്ങനെ എല്ലാ റേഞ്ചുകളെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ട്രൈബാൻഡ് മൊബൈൽ സിഗ്നൽ ബൂസ്റ്ററാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിനി മൊബൈൽ ബൂസ്റ്റർ ഒന്ന് ഓഫ് ചെയ്തിട്ട് മൊബൈൽ സിഗ്നൽ കുറയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഫോണിൽ എയർടെലിൻ്റെ റേഞ്ച് പറ്റേ പോയിട്ടുണ്ട്. ഇനി ഇത് ജിയോയുടെയും റേഞ്ച് ഒരു കട്ട റേഞ്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഓഫായ സമയത്ത് ഇതിൻ്റെ റേഞ്ച് പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇത് വീണ്ടും മൊബൈൽ ബൂസ്റ്റർ ഓണായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 പ്രാവശ്യം കാണിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഓണായതിനു ശേഷം ഇത് റേഞ്ച് കൂടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കണ്ടോ, മൊബൈൽ ബൂസ്റ്റർ ഓഫായപ്പം ഇതിൻ്റെ റേഞ്ച് പോയി, സിഗ്നൽ കുറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് 100% വർക്കിംഗ് ആണ് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിക്കുന്നത്. അതുകൊണ്ടോ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം റേഞ്ച് ഇനിയും കൂടി വരും. അപ്പം അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ 2-3 പ്രാവശ്യം കാണിക്കുന്നത്. നിങ്ങൾക്കിതൊരു ഉഡായിപ്പ് പ്രൊഡക്റ്റ് അല്ല, നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ സിഗ്നൽ ബൂസ്റ്റർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇതിൻ്റെ കൂടെ ഒരു 12 വോൾട്ട് DC അഡാപ്റ്റർ ഉണ്ട്. അതുകൂടാതെ തന്നെ 2 ആൻറ്റിനകൾ വരുന്നുണ്ട്. നമ്മൾ വീടിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ആൻറ്റിനയും വീടിന് പുറത്ത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ആൻറ്റിനയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു കേബിളും 5 മീറ്റർ ലെങ്ത്തിലുള്ള മറ്റൊരു കേബിളും കൂടെ വരുന്നുണ്ട്. ഇനി മൊബൈൽ സിഗ്നൽ ബൂസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള 5 മീറ്റർ കേബിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു എൻഡ് നമ്മൾ മൊബൈൽ സിഗ്നൽ ബൂസ്റ്ററിൻ്റെ മൊബൈൽ എന്നെഴുതിയ ആ ഒരു കണക്ടറിലേക്ക് നമ്മൾ ഇത് കണക്റ്റ് ചെയ്യാം. അതിനുശേഷം ആ കേബിളിൻ്റെ തന്നെ ഓപ്പോസിറ്റ് എൻഡിൽ നമുക്ക് കിട്ടിയ ഒരു ആൻറ്റിന, ഏതെങ്കിലും ഒരു ആൻറ്റിന, 2 ആൻറ്റിനയിൽ ഏതെങ്കിലും ഒരു ആൻറ്റിന ആ ഒരു കേബിളിൻ്റെ എൻഡിൽ കണക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ കേബിളായ 15 മീറ്റർ ലെങ്ത്തിലുള്ള ആ കേബിൾ എടുത്തിട്ട്
മൊബൈൽ സിഗ്നൽ ബൂസ്റ്ററിൻ്റെ BTS എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു കണക്ടറിൽ നമ്മൾ കേബിളിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ രണ്ടാമത്തെ ആൻറ്റിനയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മൊബൈൽ സിഗ്നൽ ബൂസ്റ്ററിൻ്റെ BTS എന്ന പോയിന്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിന നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് വീടിന് പുറത്താണ്. അതായത് മൊബൈലിന് റേഞ്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ വേണം നമ്മൾ ഈ BTSൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിന ഫിറ്റ് ചെയ്യാൻ. അതായത് വീടിന് പുറത്തായിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ രണ്ടാമത്തെ ആൻറ്റിന മൊബൈൽ എന്ന പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിന നമ്മൾ വീടിന് അകത്താണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് റേഞ്ച് കിട്ടേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ ഒരു മൊബൈൽ എന്ന പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിന ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് വീടിനകത്ത് അല്ലെങ്കിൽ റേഞ്ച് എവിടെയാണോ കിട്ടേണ്ടത് അവിടെയാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വെക്കുന്ന എക്സ്റ്റേണൽ ആൻറ്റിന നമ്മൾ മാക്സിമം ഉയർത്തിയിട്ട് വെക്കാൻ ശ്രമിക്കുക. ഈ ആൻറ്റിന BTSൽ കണക്ട് ചെയ്തിട്ടുള്ള ആൻറ്റിനയാണ്. അത് സിഗ്നൽ ബൂസ്റ്ററിൻ്റെ പുറത്ത് വെക്കേണ്ട ഔട്ട്സൈഡിൽ വെക്കേണ്ട ആൻറ്റിനയാണ്. ഞാൻ താൽക്കാലികം നിങ്ങളെ വീഡിയോ കാണിപ്പിക്കുന്നതിന് വേണ്ടി താഴ്ഭാഗത്ത് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഇതിങ്ങനെ താഴെയല്ല വെക്കേണ്ടത്. നിങ്ങൾ മാക്സിമം പൊക്കിയിട്ട് വേണം, ഉയർത്തിയിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ. എന്നിരുന്നാലേ മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ താൽക്കാലികം വീഡിയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണക്ഷൻ ഇതിൽ വന്നു. അതിനുശേഷം മൊബൈൽ എന്ന അതിൽ നിന്ന് കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം വീടിനകത്ത് രണ്ടാമത്തെ ആൻറ്റിന ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മൊബൈൽ സിഗ്നലിൻ്റെ റേഞ്ച് കൂട്ടാൻ കഴിയും. അത് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ഈ 3 ഫോണാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 3 സിഗ്നൽ വെച്ചിട്ട് ചെയ്തുള്ളത്. BSNL ആണെങ്കിലും ഏതാണെങ്കിൽ പോലും ഏത് റേഞ്ച് ഇല്ലാത്ത ഫോണാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ റേഞ്ച് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തുള്ള ഈ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. ഏകദേശം 9,000 രൂപയുടെ താഴെയായിട്ടാണ് ഈ പ്രോഡക്റ്റിന് പ്രൈസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഷെയറിലൂടെ മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.